ഞാൻ ആദ്യമായിട്ട് 2018 ഉടമ്പടി എടുക്കുന്നത്. അന്ന് എൻ്റെ പ്രത്യേക നിയോഗങ്ങൾ, ഞങ്ങൾക്ക് ഒരു 15 വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു കടബാധ്യത ഉണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ നിയോഗം. ഈ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ദിവ്യബലി, വിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥനകൾ അതൊന്നും മുടങ്ങാതെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ നേർച്ച വസ്തുവായ ഉടമ്പടി ഉപ്പ് ഇട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. ആ സ്ഥലം വിൽപ്പന, ഈ ഉടമ്പടി നേർച്ച ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം വിൽപ്പന നടന്നു. അങ്ങനെ ഞങ്ങളുടെ ആ കടബാധ്യത മാറാൻ സാധിച്ചു. ഉടമ്പടിയിൽ മറ്റൊരു നിയോഗമായിരുന്നു ഒരു പുതിയൊരു ഭവനം ലഭിക്കുക എന്നുള്ളത്. 45 വർഷമായ ഭവനമാണ്. അപ്പോൾ അത് ഒത്തിരി പഴയ ഭവനമായിരുന്നു. അവിടെ താമസിക്കാൻ മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് നിയോഗം വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു അത്. അങ്ങനെ ഒരു പുതിയ ഭവനം ലഭിച്ചു. പിന്നെ 10 വർഷമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു വിദേശ രാജ്യ ജോലി. അങ്ങനെ ആ നിയോഗം ഞങ്ങൾക്ക് ഈ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നടന്നു. ആ ഉടമ്പടി പുതുക്കിയപ്പോൾ ആദ്യത്തെ നിയോഗം ഞങ്ങൾക്കൊരു അയർലൻഡ് ഫാമിലി വിസ ലഭിക്കുക എന്നുള്ളതായിരുന്നു. അയർലൻഡിൽ ശരിക്കും ഞാൻ ഹെൽത്ത് കെയർ ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഫാമിലിക്ക് പോകാൻ പറ്റില്ല, ഹസ്ബൻഡിന് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ആ ഏജൻസിയുടെ ഒരു താല്പര്യപ്രകാരം ഫാമിലിനെ വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഉറപ്പില്ലാണ്ടാണ് വെച്ചത്. പക്ഷേ ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 1 മാസം കൊണ്ട് ആ വിസ ലഭിച്ചു. ആ വിസയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പാസ്പോർട്ട് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ തലയിൽ ബ്ലെസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആ വിസ ലഭിച്ചു. അച്ഛൻ എൻ്റെ ആ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി.